കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നീണ്ടകര ഫിഷറീസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി. ധർണ നീണ്ടകര ഇടവക വികാരി ഫാദർ റോൾഡൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ശക്തികുളങ്ങര ബസ് ബേയിൽ നിന്നും ആരംഭിച്ച മാർച്ച് നീണ്ടകര ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തൃശൂർ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രചാരണത്തിനെതിരെ പ്രതിഷേധം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിൽ പങ്കുചേർന്ന് കലാസാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും. തൃശൂർ ഇരവിമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചത് ലാ ഫെമിന എന്ന പേരിൽ. പ്രശസ്ത പിന്നണി ഗായിക ജോയ്സ് സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു തൃശൂരിൽ നിർവഹിച്ചു. ചടങ്ങിൽ നാഷണൽ സർവീസ് സ്കീം തൃശൂർ ക്ലസ്റ്റർ തലത്തിലുള്ള ചാരെ പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. വിയൂർ ജില്ലാ ജയിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് R. P. രതീഷ് മന്ത്രിയിൽ നിന്നും 5000 രൂപയുടെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും കാട്ടാന. ഏറെ നേരം പോലീസ് സ്റ്റേഷന് മുന്നിൽ കാട്ടാന നിലയുറപ്പിച്ചു. സ്റ്റേഷന് മുന്നിലെ തെങ്ങിൽ നിന്ന് ഓല പറിച്ചു തിന്ന ശേഷം കാട്ടാന മടങ്ങി. ബംഗളൂരുവിൽ യുവതിയെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച കേസിലെ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതി ബംഗാളിലുണ്ടെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി അറിയിച്ചു. മാൾ ജീവനക്കാരിയായ മഹാലക്ഷ്മിയുടെ ശരീരഭാഗങ്ങളാണ് അപ്പാർട്ട്മെന്റിൽ കണ്ടെത്തിയത്. ആലപ്പുഴ മാന്നാറിൽ വിവിധ സ്പോർട്സ് ടീമുകൾ രൂപീകരിക്കാൻ ഒരുങ്ങി ഒരു പറ്റം യുവാക്കൾ. ആദ്യഘട്ടത്തിൽ ക്രിക്കറ്റ് ടീം രൂപീകരിച്ച് പരിശീലനം നടത്തിവരികയാണിവർ. പരിമല പമ്പ കോളേജിൽ നടന്ന ചടങ്ങിൽ ഇവരുടെ ജേഴ്സി പുറത്തിറക്കി. കോട്ടയം വൈക്കം അക്ഷയ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കുടുംബസംഗമവും വാർഷികവും സംഘടിപ്പിച്ചു. വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. നല്ല ഭാഗ്യം എന്ന വിഷയത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് SI കണ്ണാദാസ് ക്ലാസുകൾ എടുത്തു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും സമ്മാന വിതരണവും നടന്നു. ആത്മീയ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന തൃശൂർ ചാലക്കുടിയിലെ ഡിവൈൻ ധ്യാന കേന്ദ്രം മാതൃകയെന്ന് മുഖ്യമന്ത്രി. നിർധനരായ 50 കുടുംബങ്ങൾക്ക് സ്ഥലവും വീടും കൈമാറുന്ന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രശംസ. ചടങ്ങിൽ 14 സാന്ത്വന കേന്ദ്രങ്ങളുടെ 25ാം വാർഷികവും വയോമിത്രം പുനരധിവാസ പദ്ധതിയുടെ ശിലാഫലക അനാച്ഛാദനവും ഫാദർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആലപ്പുഴ അരൂർ തുറവൂർ ദേശീയപാതയിൽ കൂടുതൽ ഹോംഗാർഡുകളെ വിന്യസിക്കാനും ഹൈറ്റ് ബാർ സ്ഥാപിക്കുന്ന കാര്യം പരിശോധിക്കാനും തീരുമാനമായി. എലിവേറ്റഡ് ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പാതയിൽ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള നിരോധനവും കർശനമാകും. തൃശൂരിൽ വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച അദാലത്തിൽ 22 പരാതികൾ പരിഹരിച്ചു. 64 പരാതികളിൽ നിന്നായി 8 എണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി. ബാക്കി പരാതികൾ അടുത്ത മാസം നടക്കുന്ന അദാലത്തിലേക്ക് മാറ്റിവെച്ചു. തൃശൂർ വാണിയമ്പാറയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ നിലയിൽ. വാണിയമ്പാറയിൽ നിന്നും മണിയൻ കിണറിലേക്ക് പോകുന്ന വഴിയിലാണ് ജഡം കണ്ടെത്തിയത്. ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് ഫെൻസിംഗിന് സമീപം. കൊല്ലത്ത് മത്സ്യത്തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി നീണ്ടകര ഫിഷറീസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധം സംഘടിപ്പിച്ചത് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി. ധർണ നീണ്ടകര ഇടവക വികാരി ഫാദർ റോൾഡൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ശക്തികുളങ്ങര ബസ് ബേയിൽ നിന്നും ആരംഭിച്ച മാർച്ച് നീണ്ടകര ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തൃശൂർ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിനെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രചാരണത്തിനെതിരെ പ്രതിഷേധം. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഗ്രൗണ്ട് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധത്തിൽ പങ്കുചേർന്ന് കലാസാംസ്കാരിക പ്രവർത്തകരും ജനപ്രതിനിധികളും. തൃശൂർ ഇരവിമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി വനിതാ സംഗമം സംഘടിപ്പിച്ചത് ലാ ഫെമിന എന്ന പേരിൽ. പ്രശസ്ത പിന്നണി ഗായിക ജോയ്സ് സുരേന്ദ്രൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന നാഷണൽ സർവീസ് സ്കീം ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി R. ബിന്ദു തൃശൂരിൽ നിർവഹിച്ചു. ചടങ്ങിൽ നാഷണൽ സർവീസ് സ്കീം തൃശൂർ ക്ലസ്റ്റർ തലത്തിലുള്ള ചാരെ പദ്ധതിയുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. വിയൂർ ജില്ലാ ജയിൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സൂപ്രണ്ട് R. P. രതീഷ് മന്ത്രിയിൽ നിന്നും 5000 രൂപയുടെ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി.